everyone, welcome to my new video. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. ഞാനിപ്പോൾ ഉള്ളത് ഗോവയിലാണ്. സോ ഇന്ന് എൻ്റെ ഗോവയിലെ ഫസ്റ്റ് ഡേ ആണ്. ഗോവയിലെ ഫസ്റ്റ് ഡേ ഞാൻ എന്തൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഞാൻ സ്റ്റേ ചെയ്യുന്നത് കലങ്കുട്ട് ബീച്ചിൻ്റെ അടുത്തായതുകൊണ്ട് ആദ്യം ബീച്ച് ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടോ. കലങ്കുട്ട് ബീച്ചിൻ്റെ അടുത്തുള്ള ഈ ഒരു ഫ്ലീ മാർക്കറ്റ് നല്ല ഫേമസ് ആണ്. അത്യാവശ്യം വിലക്കുറവിൽ സാധനങ്ങളൊക്കെ കിട്ടും. സോ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഫ്ലീ മാർക്കറ്റിലേക്ക് ഇറങ്ങും മുമ്പ് ബീച്ചിലോട്ടൊന്ന് വന്നതാണ്. നല്ല ഉച്ച സമയമാണ്, നല്ലതുപോലെ വെയിലും ചൂടും ഒക്കെ ഉണ്ട്. പക്ഷേ ബീച്ചിൽ ആൾക്കാരുടെ എണ്ണത്തിൽ തീരെ കുറവില്ല. ബീച്ച് നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഗോവയിൽ രാവിലെ എത്തിയതാണ്. ഇതുവരെ ഒന്നും മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ല. നല്ലതുപോലെ വിശക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ബീച്ചിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ഒരു നല്ല ഷാക്ക് കണ്ടുപിടിക്കാനും ഞങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഷാക്ക് കണ്ടുപിടിച്ച് വയറ് നിറയെ ഫുഡ് കഴിക്കുക എന്നുള്ളതും കൂടെ ഞങ്ങളുടെ ഇപ്പോഴത്തെ ടാർഗറ്റാണ്. സോ ഒരു ഷാക്ക് കണ്ടുപിടിക്കട്ടെ. ഫൈനലി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടും ഓൺലൈനിൽ സെർച്ച് ചെയ്തിട്ടുമൊക്കെ ഒരു നല്ല ഷാക്ക് ഞങ്ങൾ കണ്ടുപിടിച്ച് അവിടെ എത്തി. കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഫുഡൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ എൻ്റെ പുതിയ ക്യാമറ വാങ്ങിച്ചതിന് ശേഷം ചെയ്യുന്ന ആദ്യത്തെ വ്ളോഗാണിത്. ക്യാമറ വെച്ച് വ്ളോഗ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമായതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ടഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ക്യാമറ ഹോൾഡ് ചെയ്യാനും അത് വെച്ചിട്ട് ഇങ്ങനെ നടക്കാനും അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ സംസാരിക്കാത്തത് കേട്ടോ. കാരണം എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ക്ലംസി ആകുന്നുണ്ട്. ഞാൻ ഇരിക്കുന്ന ഈ ഒരു ഷാക്കിൻ്റെ പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞതുപോലെ നല്ല ഉച്ച സമയമാണ്, നല്ലതുപോലെ ഹ്യൂമിഡായിട്ടുള്ളൊരു സമയമാണ്. സോ ഇങ്ങനെയാണ് പുറമേ ഇരിക്കുന്നത്. ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ ഫുഡ് ഇതാ എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം ക്രീം ഓഫ് ചിക്കൻ സൂപ്പാണ് ഓർഡർ ചെയ്തത്. ഇത് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്നാണ് ആദ്യം വിചാരിച്ചത്. സോ എൻ്റെ സൂപ്പ് എത്തിയിരിക്കുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഞാൻ പൊതുവേ ക്രീം ഓഫ് ചിക്കൻ, ക്രീം ഓഫ് മഷ്റൂം സൂപ്പ്സൊക്കെ ബാംഗ്ലൂർ വെച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ നല്ലത് കിട്ടിയിട്ടുള്ളത് കൊണ്ടായിരിക്കാം എനിക്കെന്തോ ഈ ഒരു സൂപ്പ് ഇഷ്ടപ്പെട്ടില്ല. സോ ഐ ഡിസൈഡഡ് ഇവിടെ നിന്ന് വേറൊന്നും കഴിക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. ഇതോടുകൂടിയിട്ട് ഞങ്ങൾ ഈ ഒരു ഷാക്കിൽ നിന്നുള്ള ഫുഡ് അടി നിർത്തിയിരിക്കുകയാണ്. സാരമില്ല, അത്യാവശ്യം വിശപ്പ് മാറാനുള്ള സൂപ്പ് കഴിച്ചിട്ടുണ്ട്. സോ ഇനി നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ നേരെ ഫ്ലീ മാർക്കറ്റിലേക്കാണ് വന്നത്. ഇവിടെ എനിക്കൊരു ഷോപ്പ് ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ കണ്ടുവച്ചിരുന്നു. എല്ലാ ഐറ്റത്തിനും 50 രൂപ അല്ലെങ്കിൽ 100 രൂപ. ഇതെല്ലാം 50 രൂപയുടെ ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് 2 ബ്രേസ്ലെറ്റ്സ് ഞാൻ വാങ്ങിച്ചു. അടിപൊളി ലുക്കിലുള്ള 2 ഷെൽസ് വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ് ഞാൻ വാങ്ങിച്ചു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കാനുള്ള പോക്കിലാണ്. ആ ഒരു ഫ്ലീ മാർക്കറ്റ് വെച്ച് കണ്ട ഒരു ചേട്ടനോട് ചോദിച്ചിട്ട് ഇവിടെ അടുത്ത് നല്ല ഗോവൻ താലി മീൽസ് കിട്ടുന്ന സ്ഥലം എവിടെയാണെന്ന് അന്വേഷിച്ചു. ചേട്ടൻ പറഞ്ഞതനുസരിച്ചിട്ടുള്ള ഒരു വർഷ ലഞ്ച് ഹോം എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള നടത്തമാണ് കേട്ടോ ഇത്. ഇവിടെയാണ് ഏറ്റവും നല്ല ഒതൻറ്റിക് ആയിട്ടുള്ള എന്താ പറയുക ഒരു താലി മീൽസ്, ഗോവൻ താലി മീൽസ് കിട്ടുന്നതെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അവരൊക്കെ എല്ലായ്പ്പോഴും വന്ന് കഴിക്കുന്നത് ഇവിടെയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ വന്നിട്ടൊരു സ്പെഷ്യൽ ഗോവൻ താലി മീൽസ് ഓർഡർ ചെയ്തു. ചേട്ടൻ്റെ വാക്ക് കറക്റ്റായിരുന്നു കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. വയറ് നിറയെ ഞങ്ങളെല്ലാവരും കഴിക്കുകയും ചെയ്തു. വർഷയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് അഞ്ജന ബീച്ചിലേക്കാണ്. ഈ ബീച്ചും ഇവിടുത്തെ റെസ്റ്റോ ബാർസും ക്യാഫേസും അതുപോലെ തന്നെ ഇവിടുത്തെ ഫ്ലീ മാർക്കറ്റും ഒക്കെ ഒത്തിരി ഫേമസ് ആണ്. ഒത്തിരി ട്രെൻഡിങ് വീഡിയോസിൽ ഇവിടുത്തെ കുറേ അധികം സ്പോട്ടുകളെ പറ്റി പറയുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ആ കാണുന്നതാണ് പർപ്പിൾ മാർട്ടിനി. ഈ ഒരു റെസ്റ്റോ ബാർ ഭയങ്കര ഫേമസ് ആണ്. ആദ്യം ഈ ഒരു ഫ്ലീ മാർക്കറ്റിലൂടെയൊക്കെ നടന്ന് ഞാൻ സാധനങ്ങളൊക്കെ നോക്കി കണ്ടു. കലങ്കുട്ട് ബീച്ചിലെ സാധനങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടുത്തെ ഐറ്റംസിനൊക്കെ കുറച്ച് പ്രൈസ് കൂടുതലാണ്. ബട്ട് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല മെറ്റീരിയലുമാണ്, നല്ല വർക്കൊക്കെ ഉണ്ട്. സോ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ പർപ്പിൾ മാർട്ടിനിയിൽ കയറിയില്ല. കാരണം അവിടുത്തെ കവർ ചാർജ് 2 പേർക്ക് 4000 രൂപയായിരുന്നു.
അത് കുറേ അധികം കൂടുതലാണെന്നും അനാവശ്യമാണെന്നും തോന്നിയതുകൊണ്ട് ഞാൻ അവിടെ കയറിയില്ല. സോ ആ കാണുന്നതാണ് കേട്ടോ പർപ്പിൾ മാർട്ടിനി. അത്യാവശ്യം നല്ല ഫേമസ് സ്ഥലമാണ്, നല്ല വൈബൊക്കെയാണ്. ബട്ട് ഐ ഡിഡ്ന്റ് പ്രിഫർ ദാറ്റ് പ്ലേസ്. അതിന് പകരം ഞാൻ ബീച്ച് സൈഡിലുള്ള അഞ്ജന ബീച്ചിൻ്റെ സൈഡിലുള്ള സാധാരണ ഒരു എന്താ പറയുക ഷാക്കിലാണ് വന്നത്. അവിടെ വന്നിട്ട് കുറച്ച് ഡ്രിങ്ക്സും ഫുഡും ഒക്കെ കഴിച്ചിട്ട് ഇരിക്കുവാണ് കേട്ടോ ചെയ്തത്. നല്ല വൈബാണ് ഇവിടെ. ബീച്ചിനടുത്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. ബീച്ചിൽ നിന്ന് തിരിച്ച് കയറി വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടന്നു പോകുന്ന വഴി മുഴുവൻ ഫ്ലീ മാർക്കറ്റാണ്. അഞ്ജന ഫ്ലീ മാർക്കറ്റ് ഈസ് വെരി ഫേമസ്. അത് ഇതാണ് കേട്ടോ. നിറയെ ക്രോഷ്യ ഐറ്റംസ് ഉണ്ട്, ഒരുപാട് ബാഗ്സും ഹാൻഡ് മെയ്ഡ് ഐറ്റംസും ഒരുപാട് ബീച്ച് വെയേഴ്സും ഒക്കെ കിട്ടുന്ന നല്ലൊരു ഏരിയ ആണ് കേട്ടോ. പ്രൈസ് ഒരു 400-500 രൂപയിൽ നമുക്ക് കിട്ടും സാധനങ്ങളൊക്കെ. വില കുറച്ച് കൂടുതൽ പറയുമെങ്കിലും നന്നായിട്ടൊന്ന് പേശി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനങ്ങൾ നല്ല വിലക്കുറവിൽ കിട്ടും കേട്ടോ. അത്രയും നല്ലൊരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഗോവ ഈസ് ടു പാർട്ടി ഫോർ ഫുഡ് ആൻഡ് വൈബ് എന്നാണല്ലോ. ഫുഡാണ് എൻ്റെ മെയിൻ ഐറ്റം. സോ ഞാൻ അഞ്ജന ബീച്ചിൽ നിന്ന് പോന്നിട്ട് ആദ്യം വന്നത് ബാഗ ബീച്ചിലോട്ടാണ്. ഇവിടെ ഒരു നല്ല ഫുഡ് സ്പോട്ടുണ്ട്, ഒത്തിരി റേറ്റിംഗ് ഉള്ള, ഒത്തിരി നല്ല റിവ്യൂസ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് ഞാൻ വന്നത്. ഇതാണ് ആ റെസ്റ്റോറൻറ്റ്. ബ്രിട്ടോസ് എന്ന പേരുള്ള ഒരു ഓൾഡ് റെസ്റ്റോറൻ്റ് ആണിത്. ഇതിൻ്റെ ഉള്ളിലും സ്പേസ് ഉണ്ട്, പുറത്തും സ്പേസ് ഉണ്ട്. പുറത്ത് ഇൻ ദ സെൻസ് ബീച്ചിൽ സ്പേസ് ഉണ്ട്, ഉള്ളിലും ഇവർ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലായിടവും കംപ്ലീറ്റ്ലി ഫുള്ളി പാക്ഡ് ആണ് കേട്ടോ. ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ ഞങ്ങൾ നല്ലോണം കഷ്ടപ്പെട്ടു. അങ്ങനെ അവസാനം ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ ഇരുന്നു കേട്ടോ. ഇവിടുത്തെ ഫുഡ് ഭയങ്കര ടേസ്റ്റിയാണെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഗോവൻ ബ്രെഡും പോർക്ക് വിന്താലും ലിറ്റും ഒക്കെ ഓർഡർ ചെയ്തിട്ട് അത് കഴിക്കുമായിരുന്നു. നല്ല ഫുഡാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം ഞാൻ ഫിനിഷ് ചെയ്തു. ഹലോ എവ്രി വൺ, സോ ദിസ് ഈസ് അവർ സെക്കൻഡ് ഡേ ഇൻ ഗോവ. നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഓൾഡ് ഗോവയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, എല്ലാ ചർച്ചസും അതുപോലെ തന്നെ ബസിലിക്കയൊക്കെ ഒന്ന് പോയിട്ട് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ബാക്കി ബീച്ചസൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞങ്ങളിപ്പോൾ ഓൾഡ് ഗോവയിലാണ് കേട്ടോ ഉള്ളത്. മുന്നേ കാണുന്നത് സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ഹോളി റിലിക്സ് സൂക്ഷിച്ചിരിക്കുന്ന ബോം ജീസസ് കത്തീഡ്രലാണ്. ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ആ കാണുന്നത് സെയിൻറ്റ് ഫ്രാൻസിസ് അസീസി ചർച്ചും സേ കത്തീഡ്രലുമാണ്. നല്ല വെയിലുള്ള സമയമാണ്, സ്റ്റിൽ നല്ല തിരക്കാണ്. വലിയ ക്യൂ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ കത്തീഡ്രലിൻ്റെ ഉള്ളിലേക്ക് ക്യാമറയൊന്നും അലൗഡ് അല്ല, അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒത്തിരി നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ കത്തീഡ്രലിൻ്റെ ഉള്ളിലൊന്ന് കയറിയത് തന്നെ. അതിനുശേഷം ഈ റോഡിൻ്റെ ഓപ്പോസിറ്റുള്ള സേ കത്തീഡ്രലും സെയിൻറ്റ് ഫ്രാൻസിസ് അസീസി ചർച്ചും പിന്നെ ഈ കാണുന്ന സെയിൻറ്റ് കാത്രീൻ്റെ ചാപ്പലും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു ഞാൻ. ദെൻ ഇവിടെ തന്നെ നമുക്ക് കാണാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആർക്കിടെക്ചറാണ് എല്ലാ ചാപ്പലിനും ചർച്ചസിനും ഒക്കെ ഉള്ളത്. സെയിൻറ്റ് കാത്രീൻ്റെ ഈ ഒരു ചാപ്പൽ കംപ്ലീറ്റ്ലി ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്തതാണ്. പക്ഷേ സ്റ്റിൽ ആ ഒരു ആർക്കിടെക്ചർ കാണാൻ നല്ല ഭംഗിയാണ്. ഉള്ളിലൊന്നും തന്നെ പ്രത്യേകിച്ചില്ല, പക്ഷെ പുറമേ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ചാപ്പലിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ചെറിയ പ്രെയർ ഏരിയയുടെ പുറകിലായിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വൈബിലുള്ളൊരു സെമിത്തേരി കൂടിയുണ്ട്. കണ്ടിട്ട് ഇത് പോർച്ചുഗീസുകാരുടെ ഒരു സെമിത്തേരി ആയിട്ട് തോന്നുന്നു, ബട്ട് വെരി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വൈബായിരുന്നു. പിന്നെ ഈ കാണുന്നതാണ് സെയിൻറ്റ് ഫ്രാൻസിസ് അസീസി ചർച്ചിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല ഭംഗിയുള്ള എന്താ പറയുക, കാണാൻ ഭയങ്കര ഭംഗിയുള്ള കൊത്തുപണികളൊക്കെയുള്ള ഒരു ചർച്ചാണ്. സ്റ്റിൽ ഇവിടെ ഹോളി മാസ് ഒന്നും ഇപ്പം നടക്കുന്നതായിട്ട് തോന്നുന്നില്ല, ബട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. വലിയ പെയിൻറ്റിങ്സ് ഒക്കെയുള്ള അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചർച്ചാണ് കേട്ടോ ഇത്. ഈ ചർച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് സേ കത്തീഡ്രൽ ഉള്ളത്. സേ കത്തീഡ്രലിൻ്റെ അങ്ങോട്ടേക്ക് ഞാൻ നടന്നു, പക്ഷേ എനിക്ക് ഉള്ളിൽ കാണാൻ പറ്റിയില്ല. സേ കത്തീഡ്രലാണ് ഏറ്റവും വലിയ ചർച്ചായിട്ട്, ഈ ഒരു ഏരിയയിലുള്ള ഏറ്റവും വലിയ ചർച്ചായിട്ട് പറയുന്നത്. പക്ഷേ ഇത് ക്ലോസ്ഡ് ആയിരുന്നു. ഒരു മീറ്റിംഗ് ഉള്ളിൽ നടന്നതുകൊണ്ട് എനിക്കിതിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല കേട്ടോ. അവിടുന്ന് നേരെ വന്നത് ഓൾഡ് പനാജിയിലുള്ള ഈ ഒരു ഫൗണ്ടൻ ഹൗസ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതായിരുന്നു എൻ്റെ ലാസ്റ്റ് സ്പോട്ട് കേട്ടോ. ഹായ് എവ്രി വൺ, സോ ദിസ് ഈസ് മൈ തേർഡ് ഡേ ഇൻ ഗോവ. ഇതെൻ്റെ ഗോവയിലെ ലാസ്റ്റ് ഡേ കൂടിയാണ്. രാവിലെ എഴുന്നേറ്റിട്ട് പൂളിലൊക്കെ ഒന്ന് പോയി, അതിനുശേഷം വന്ന് കുളിച്ചതിന് ശേഷം ഇപ്പോൾ ഞാൻ
പോകാൻ ഇറങ്ങുവാണ് കേട്ടോ. സോ ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ. ഈ ഒരു സ്റ്റേക്ക് പുറകിൽ വലിയൊരു കഥയൊക്കെ ഉണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ബുക്ക് ചെയ്ത സ്ഥലത്ത് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയില്ല. പിന്നീട് ലാസ്റ്റ് മിനിറ്റിൽ കണ്ടുപിടിച്ചൊരു സ്ഥലമായിരുന്നു ഇത്. പക്ഷേ അടിപൊളി സ്ഥലമാണ്. നല്ല റൂംസും അതുപോലെ തന്നെ നല്ല എൻവയോൺമെൻറ്റും ഒക്കെയുള്ള അത്യാവശ്യം നല്ല എന്താ പറയുക ഹോസ്പിറ്റാലിറ്റിയൊക്കെയുള്ള നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. നേരെ വന്നത് മിരാമർ ബീച്ചിലോട്ടാണ്. മിരാമർ ബീച്ച് ഓൾഡ് പനാജി ഏരിയയിലുള്ളൊരു ബീച്ചാണ്. ഇവിടെ വന്നു ആദ്യം തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ ക്യാഫേയിലേക്ക് കയറുകയാണ് ചെയ്തത് കേട്ടോ. ഈ ക്യാഫേയുടെ വൈബ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് പുറത്താണെങ്കിലും അകത്താണെങ്കിലും ഒക്കെ ഈ ക്യാഫേ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആക്ച്വലി മിരാമർ ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ളൊരു ക്യാഫേയാണ്. അത്യാവശ്യം നോയ്സി ആയിരിക്കേണ്ടതാണ്. ബട്ട് വെരി കാം ക്വയറ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ക്യാഫേ ആയിരുന്നു കേട്ടോ ഇത്. ഈ ക്യാഫേ ഞാൻ വരാൻ മെയിനായിട്ടുള്ള കാരണം ഫുഡാണ്. ബട്ട് അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഞങ്ങൾ തിരിച്ചു പോകുവാണ്. ചെക്ക് ഔട്ട് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. വൈകിട്ട് 4 മണിക്കാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള ബസ്സുള്ളത്. അതുവരെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സമയം തള്ളി നീക്കണം. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഇനി പുതിയതായിട്ടൊരു സ്ഥലത്ത് പോയിട്ട് എന്തെങ്കിലും കാണാനുള്ള ഒരു എനർജിയും ഞങ്ങൾക്ക് ബാക്കിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ മിരാമർ ബീച്ചിൽ സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് വന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യാഫേയിൽ വന്നതാണ്. ഇവിടെ നിന്ന് ഐസ്ഡ് ടീയും അതുപോലെ തന്നെ പിസ്സയൊക്കെ ഓർഡർ ചെയ്തിട്ട് കുറച്ച് നേരം ഞങ്ങൾ ഈ ഒരു കഫേയിൽ തന്നെ സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. അതിനുശേഷം ബീച്ചിലോട്ട് പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ 3 ദിവസം ഞാൻ ഗോവയിൽ നിന്ന് കഴിച്ച ഫുഡുകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു സ്ഥലം ഫ്രണ്ട്സുമായിട്ട് വന്ന് സമയം സ്പെൻഡ് ചെയ്യാനാണെങ്കിലും പാർട്ടി ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വന്ന് ക്വയറ്റായിട്ട് കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്തിട്ട് പോകാനാണെങ്കിലും ഒക്കെ നല്ലൊരു സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ബീച്ചിലാണ് ഇരിക്കുന്നത്. ഇതാണ് മിരാമർ ബീച്ച്. വളരെ കാമായിട്ടുള്ള ക്വയറ്റായിട്ടുള്ളൊരു ബീച്ചാണ്. ആളുകൾക്ക് വേണമെങ്കിൽ വന്ന് ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യാം, കുറച്ച് നേരം നടക്കാം. അതുപോലെ തന്നെ ഈവനിങ് ടൈമിലൊക്കെ ആണെങ്കിൽ അധികം ഒച്ചപ്പാടൊന്നും ഇല്ലാതെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബീച്ച് ഏരിയ ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഓരോ ബിൽഡിങ്ങും ഒത്തിരി ഹിസ്റ്ററിക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒത്തിരി അധികം എന്താ പറയുക സ്റ്റോറീസ് പറയാനുള്ള ബിൽഡിങ്സാണ് ഈ കാണുന്ന ഓപ്പോസിറ്റ് ബീച്ചിൻ്റെ അപ്പുറത്ത് കാണുന്ന ഐലൻഡ് പോലെയുള്ള ലാൻഡ് ഏരിയയിൽ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം ഒത്തിരി സ്റ്റോറീസ് പറയാനുള്ള സ്ഥലങ്ങളാണ്. എല്ലാം തന്നെ ആർമി റിലേറ്റഡ് അല്ലെങ്കിൽ പോർച്ചുഗീസ് ഹിസ്റ്ററി പറയുന്ന ഏരിയാസാണ് കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് കുറേ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞ് കുറേ അധികം സമയമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ മെല്ലെ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. സോ മൈ 3 days ഇൻ ഗോവ ഈസ് ഗെറ്റിംഗ് ഓവർ നൗ. നല്ലോണം ടാൻഡ് ആയിട്ടുണ്ട്. നല്ലതുപോലെ എൻജോയ് ചെയ്തു. നല്ലതുപോലെ റെജുവിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നാൾ കൂടിയിട്ട് ഗോവയിലേക്ക് വരണം എന്ന് പ്ലാൻ ചെയ്തതാണ്. അങ്ങനെ എൻ്റെ ഈ ഒരു ഗോവ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്. ബൈ ബൈ.